വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ദിവസം നമ്മുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഈ മനോഹരമായ ദിവസം നമുക്കൊപ്പം ഹെലോ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവനാണ്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്. ഹെലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ. ആദ്യം തന്നെ തുറമുഖ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു മിനിസ്റ്ററെ, നമ്മളെ ഈ വിഴിഞ്ഞം തുറമുഖം എന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതി, കൈനിറയെ അവസരങ്ങൾ വരുന്നു, പ്രതീക്ഷകൾ വാനോളമാണ്. കാത്തിരിപ്പിന് ഇവിടെ ഒരു അവസാനമാവുകയുമാണ്, പൂർണ്ണമായി അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പഞ്ചവർണ്ണ ചിറകുകൾ കൈവരിച്ചിരിക്കുകയാണ് മിനിസ്റ്റർ. ഇന്ന് കേരളത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ തന്നെ ഒരു അഭിമാന നേട്ടമാണ്, നിമിഷമാണ്. അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ? കേരളം രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്തെത്തി ലോകത്തിൻ്റെ നെറുകയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര മുഹൂർത്തം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലേക്കും ഒന്നാം സ്ഥാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ട്രയൽ റൺ ആരംഭിച്ചിരുന്നു. ഡിസംബർ മാസം 3-ാം തീയതി ഫസ്റ്റ് ഫേസ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടവർ ഞങ്ങൾക്ക് കൈമാറിയിരുന്നു. അത് നിശ്ചയിച്ച തീയതിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമയം കാത്താണ് കമ്മീഷനിങ്ങിന് നമ്മൾ ഇത്രയും താമസിച്ചത്. പ്രധാനമന്ത്രി ഡേറ്റ് തന്നതനുസരിച്ചാണ് ഇന്ന് ഈ 11 മണിക്ക് ഈ ചരിത്ര മുഹൂർത്തം നാം കാണാൻ പോകുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ നിലവിലെ നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് കീഴിൽ 2000-ലധികം തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 2028 കൂടി ഒരു 3-ാം ഘട്ടം പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത് ശ്രീ വി.എൻ. വാസവൻ? 2028 എത്തുമ്പോഴേക്ക് 2, 3, 4 ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് കൺസെഷനുമായി സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2034 മുതൽ ലാഭവിഹിതം കിട്ടിത്തുടങ്ങും. മുമ്പ് ഉണ്ടാക്കിയിരുന്ന കരാർ അനുസരിച്ച് നമുക്ക് വീണ്ടും കാത്തിരിക്കണമായിരുന്നു. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം 2040 വരെ കാത്തിരിക്കണമായിരുന്നു. ആ കരാറിൽ വന്ന മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ LDF ഗവൺമെൻറ് ഉണ്ടാക്കിയ പൊളിച്ചെഴുതിയ കരാറിൽ, സപ്ലിമെൻ്ററി കരാറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേട്ടം. മറ്റൊരു കാര്യം, 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം 2028 കൂടി പൂർത്തീകരിക്കും എന്നുള്ളതാണ് അഭിമാനകരമായ മറ്റൊരു നേട്ടം. ഇതേ സമയത്ത് തന്നെ റോഡ് കണക്ടിവിറ്റിയും റെയിൽവേ കണക്ടിവിറ്റിയും പൂർത്തീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിലും അതോടൊപ്പം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചതിന് ശേഷമുള്ള ഈ ചുരുങ്ങിയ കാലയളവിലെ നമ്മുടെ ബിസിനസ് എടുക്കുമ്പോൾ ഏതാണ്ട് 285 ഷിപ്പുകൾ വന്ന് 5,93,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കും. ഫെബ്രുവരി മാസത്തിലെയും മാർച്ച് മാസത്തിലെയും കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ നമ്പർ 1 തുറമുഖമായി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഇതുവരെ കൊളംബോയിലോ ദുബായിലോ വരാത്ത MSCയുടെ കൂറ്റൻ കപ്പലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടർക്കി ഉൾപ്പെടെ ഇവിടെ വന്നു. ഏതാണ്ട് 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള ആ കൂറ്റൻ കപ്പൽ ഉൾപ്പെടെ നമ്മുടെ വലിയ തുറമുഖങ്ങളായിട്ടുള്ള കൊളംബോയിലും ദുബായിലും പോകാത്തത് ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യം കടന്നു വന്നു. വിഴിഞ്ഞത്തെ പറയുമ്പോൾ നമുക്ക് എത്ര കണ്ട് നമ്മുടെ പോർട്ടിനെക്കുറിച്ചുള്ള അഭിമാനം ആഹ്ലാദപൂർവ്വം വീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി വളരെയേറെ മുന്നോട്ട് വരുന്ന പശ്ചാത്തല ഘടകം ഒന്ന് പ്രകൃതിദത്തമാണ്. തീർച്ചയായും മിനിസ്റ്റർ. കാരണം ഈ കേരളം ഇപ്പോൾ ഈ സംസ്ഥാന വിഹിതം ഏറെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പദ്ധതിക്കായിട്ട് സ്ഥലമേറ്റെടുപ്പിനുൾപ്പെടെ സാധന സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന് ഇതിനെല്ലാം മുന്നിൽ നിന്നും ഇടപെട്ടതും നമ്മൾ തന്നെയാണ്. പക്ഷേ ലാഭവിഹിതത്തിൻ്റെ കാര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ ചില പിടിവാശികൾ കാട്ടിയതും നമ്മൾ കണ്ടു. കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ലാഭവിഹിതം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ നമുക്കുണ്ടോ മിനിസ്റ്റർ?
അതിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ത്രികക്ഷി കരാർ അനുസരിച്ച് നമുക്ക് 817.80 കോടി രൂപയാണ് VGF കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. അത് ലോണായിട്ടാണ് തരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലാകെ ഇതുവരെയുള്ള 70 പദ്ധതികളിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഗ്രാൻഡായിട്ടാണ്. ഏറ്റവും അവസാനം തൂത്തുക്കുടിക്ക് കൊടുത്ത 1140 കോടി രൂപയും ഗ്രാൻഡാണ്. പക്ഷേ നമുക്ക് മാത്രം അത് ലോണായി തരും. അതായിരുന്നു നമ്മൾ പ്രതിഷേധം അറിയിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. നമുക്കും ഇത് ഗ്രാൻഡായി തരണം. പക്ഷേ കേന്ദ്രം അനുകൂലമായി വന്നില്ല. എന്നില്ലെന്ന് മാത്രമല്ല, ഇത് തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യുവേഷൻ അനുസരിച്ച് തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് കൊണ്ട് ഏതാണ്ട് 12,000 കോടിയോളം തിരിച്ചടയ്ക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ലാഭവിഹിതത്തിൽ 80-20 ആയിട്ട് നിജപ്പെടുത്തുക. 20% കേന്ദ്രത്തിനും 80% കേരളത്തിനും. ഇതുകൂടാതെ കസ്റ്റംസ് ആണെങ്കിൽ കസ്റ്റംസിൻ്റെ വരവ് വരുമ്പോൾ 1 രൂപ കിട്ടിയാൽ 60 പൈസയും കേന്ദ്രത്തിനാണ് പോകുന്നത്. നമുക്ക് 3 പൈസയേ കിട്ടുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്രത്തിന് പല രൂപത്തിൽ ഒരു മുതൽ മുടക്കവും ഇല്ലാതെ ഒരു കാശ് മുടക്കാതെ ഈ വരുമാനമൊക്കെ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ സംസ്ഥാനം ആദ്യഘട്ടത്തിൽ തന്നെ ഫസ്റ്റ് ഫേസ് പൂർത്തീകരിക്കുമ്പോൾ 55,590 കോടിയാണ് നമുക്ക് വിഹിതം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ വിഹിതം നമ്മൾ മുടക്കിക്കൊണ്ട് സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കപ്പെട്ടത് 2,498 കോടി മാത്രമാണ്. ഈ രണ്ടും കൂടി ചേർന്നാണ് ഫസ്റ്റ് ഫേസ് പൂർത്തീകരിക്കുന്നത്. അതേസമയത്ത് കേന്ദ്രത്തിൻ്റെ ആകെ VGF മാത്രമാണ് ലോണായി തരുന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇതുവരെ തന്നില്ല, തരാൻ പോകുന്ന കരാർ ഒപ്പിട്ടത്. ഇതാണ് അതിൻ്റെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഉള്ളടക്കം. അതിലേറെ പറയാനുള്ളത്, ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എടുത്ത ഏറ്റവും പ്രയാസകരമായ സന്ദർഭങ്ങളെ നമ്മൾ ഓർക്കാതെ പോകരുത്. 1 റോ മെറ്റീരിയലിൻ്റെ അഭാവം, 2 ഓഖി ദുരന്തം, 3 പ്രളയക്കെടുതി, 4 കോവിഡ് എന്ന മഹാമാരി, 5 അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇരമ്പിയാർത്ത് വന്ന വിമോചന സമരം. ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം പോലും അതിൻ്റെ കൂടെ കൂടി. അതിനെല്ലാം സമയത്തതയോടും സഹിഷ്ണുതയോടും സംയമനത്തോടും കൂടി നേരിട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ശ്രമങ്ങളെല്ലാം. അപ്പോൾ ആ ശ്രമങ്ങളെല്ലാം നമ്മൾ ഫലം കണ്ടു എന്നുള്ളതാണ് സമയബന്ധിതമായി ഇപ്പോഴിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞ സ്ഥിതിവിശേഷം എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും മിനിസ്റ്ററെ, കാരണം അത്രമേൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചാണ് ഇന്ന് ഈ ഒരു സ്വപ്ന നിമിഷത്തിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നു, അതിനെല്ലാം തരണം ചെയ്യാനും കഴിയും. പക്ഷേ ഇപ്പോൾ മിനിസ്റ്ററെ, പോർട്ടിൻ്റെ കാര്യത്തെ, അതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് പ്രധാനപ്പെട്ട തർക്കം നടക്കുന്നത്. ആരുടെ പോർട്ട് എന്നതിനെ ചൊല്ലിയാണ്. ഞാനിപ്പോൾ ഒരു ആലങ്കാരികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, അറബിക്കടലിലെ തിര പോലെ രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടിച്ചു കയറുകയാണ്. വികസനത്തിൽ ഈ രാഷ്ട്രീയമൊന്നുമില്ലെന്ന് പലപ്പോഴും പറയുമ്പോഴും വിവാദ കണ്ടെയ്നറുകളാണല്ലോ മിനിസ്റ്ററെ വിഴിഞ്ഞത്തേത്. സത്യത്തിൽ ഈ വിഴിഞ്ഞത്തിരയ്ക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പിൻ്റെ കണക്കുകൾ ഈ അവസാന നിമിഷവും പറയുകയാണ് UDF. ആരുടെ പോർട്ടാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം? എല്ലാ യാഥാർത്ഥ്യബോധത്തോടും കൂടി ജനങ്ങളിപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നതിൻ്റെ ആശയം രൂപം കൊണ്ടത് നയനാർ ഗവൺമെൻറ് കാലഘട്ടത്താണ് ഒരു കമ്മീഷൻ നിയോഗിച്ചത് പഠിക്കാൻ. VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലഘട്ടത്താണ് 2010 ഓഗസ്റ്റ് 11 5 മണിക്ക് വിജയകുമാർ തുറമുഖമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് കമ്പനി ഉദ്ഘാടനം ചെയ്തത്. തറക്കല്ലിട്ടതും അദ്ദേഹമായിരുന്നു. ആ ഗവൺമെൻറ് അത് ടെൻഡർ ചെയ്തു. ആന്ധ്രക്കാരൻ ഒരു കൂട്ടരാണ് അത് കോട്ട് ചെയ്ത് എടുത്തത്. അവർക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴാണ് അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം. മറ്റൊരു ഘട്ടത്തിൽ കോട്ട് ചെയ്ത കമ്പനി ചൈനീസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെ നിരാകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ. അതും കേന്ദ്രമന്ത്രി, പ്രതിരോധ മന്ത്രി ബഹുമാനായ AK ആന്റണി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ്. അങ്ങനെ ആ ഘട്ടങ്ങളിലൊക്കെ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയവരും ഇതിന് തടസ്സം നിന്നവരും പിന്നീട് ഇവിടെ ഉയർന്നു വന്ന പ്രക്ഷോഭ സമരത്തെ തുടർന്ന് 2015 അദാനിയായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്കുള്ള ക്ഷീണവശാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന രൂപത്തിലുള്ള കരാറായിരുന്നു ഉണ്ടാക്കി. എന്നിരുന്നാലും കരാറിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിച്ചെങ്കിലും കരാറിനെ നമ്മൾ അനുകൂലിച്ചുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകണം എന്ന നിലപാടെടുത്തു. അന്നൊരു തറക്കല്ല് മാത്രം ഇട്ടു എന്നുള്ളതാണ് UDFനുള്ള ഏക അവകാശമാണ്. തറക്കല്ലിട്ടാൽ കപ്പലിടുവോ എന്ന് മാത്രമല്ല, തറക്കല്ലിട്ടതിൻ്റെ ഒരു അനുഭവം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. പാലക്കാട് 10-15 വർഷം മുമ്പ് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി വന്ന് തറക്കല്ലിട്ടത് ഇപ്പോൾ കാക്ക കാഷ്ടിച്ച് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കാണുകയാണ്. ആ സ്ഥാനത്താണ് വിഴിഞ്ഞത്ത്
ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നപ്പോൾ ആ തറക്കല്ലിട്ട സ്ഥാനത്ത് ആ എഗ്രിമെൻ്റ് മുൻനിർത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് അതിലെ ഉള്ളടക്കങ്ങൾ പൊളിച്ചെഴുതാൻ കാണിച്ച താല്പര്യം സമീപകാലത്ത് സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കുമ്പോൾ നമ്മളത് പൊളിച്ചെഴുതിയതിൻ്റെ നെറ്റ് റിസൾട്ടാണ് നമുക്കിപ്പോൾ 2034 മുതൽ ലാഭവിഹിതം കിട്ടാനും ഒപ്പം 2040 മാത്രം കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന 2-3 ഘട്ടങ്ങൾ ഇപ്പോൾ 2028 കമ്മീഷൻ ചെയ്യാൻ പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഫാക്റ്റ് ആൻഡ് ഫിഗറെങ്കിൽ യാഥാർത്ഥ്യപൂർവ്വത്തോടുകൂടി അത് കേൾക്കുന്ന ഒരാൾക്കും മനസ്സിലാക്കുന്ന ഒരാൾക്കും മനസ്സിലാവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം അതിജീവിച്ച് ആ വലിയ രൂപത്തിലുള്ള നിശ്ചയദാർഢ്യത്തിൽ നിന്നുകൊണ്ട് നീങ്ങിയതിൻ്റെ ഫലമാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. മിനിസ്റ്റർ, വിവാദങ്ങൾ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്, ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിൽപ്പുണ്ട്. പക്ഷേ അപ്പോഴും മിനിസ്റ്റർ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്, മറ്റ് BJP നേതാക്കളുണ്ട്, മുഖ്യമന്ത്രി, മന്ത്രിമാർ, CPM നേതാക്കളുണ്ട്. പക്ഷേ ആ വേദിയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യം അത് ഒരു മിസ്സിംഗ് തന്നെയല്ലേ മിനിസ്റ്റർ? കാരണം എല്ലാ സർക്കാരുകൾക്കും വിഴിഞ്ഞത്തിന് പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നതിൽ സർക്കാരിന് എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടോ ഈ സംഭവത്തിൽ? സർക്കാരിനൊരു പിഴവും പറ്റിയിട്ടില്ല. അതിൽ പിഴവ് പറ്റിയിരിക്കുന്നതും മനസ്സമാധാനം നഷ്ടപ്പെട്ടതും അസഹിഷ്ണുത ഉണ്ടായതും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷക്കാർക്കുമാണ്. ഞങ്ങളിതിൻ്റെ ആലോചനാ യോഗം ഉദ്ഘാടനത്തിൻ്റെ തീയതി കിട്ടിയ ദിവസം തന്നെ 2021 2025 ഈ മാർച്ച് മാസം 21-ാം തീയതി കൃത്യമായി യോഗം ചേർന്നിരുന്നു. ആ യോഗം ചേരുന്ന ഘട്ടത്തിൽ സ്ഥല MLA പ്രതിപക്ഷക്കാരനാണ്, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. സ്ഥല MP പ്രതിപക്ഷക്കാരൻ, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. രണ്ടുപേരും വന്നില്ല. അതിനുശേഷം സ്വാഗത സംഘ ഓഫീസ് ഞങ്ങൾ ഏപ്രിൽ മാസം 23-ാം തീയതി കോർപ്പറേഷൻ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു, വന്നില്ല. ഞങ്ങളതിന് ശേഷം ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ പേര് കൊടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ ഇവരൊക്കെ പേര് വെച്ച് കൊടുത്ത് അത് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അത് ഇവിടെ പരിപാടി നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ആരൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ വേദി വരണം, എത്ര പേരുണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രോട്ടോക്കോൾ അവരുടെ ഓഫീസുകൾ തീരുമാനിച്ച് ഇങ്ങോട്ട് തരികയാണ്. നമ്മൾ വേണ്ട ആവശ്യം അങ്ങോട്ട് അറിയിക്കും, പക്ഷേ അവർ തീരുമാനിച്ച് ഇങ്ങോട്ട് തരും. ഇങ്ങനെ നമ്മൾ പേരുകൾ അയച്ചു കൊടുത്തു. അവിടുന്ന് തീരുമാനിച്ച് അറിയിച്ചതനുസരിച്ച് നമുക്ക് വേദിയിലിരിക്കേണ്ട പേരുകളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരുമുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവിനെ കത്ത് മൂലം ഞാൻ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അറിയിച്ചതിന് ശേഷവും അദ്ദേഹം അതിൽ പ്രസംഗിക്കാൻ അവസരമില്ല, വേദിയിരിക്കാനുള്ള അവസരമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒഴിഞ്ഞു മാറിയതായി ചില വാർത്തകളിൽ കാണുന്നത്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വേദിയിലിപ്പോൾ സംസാരിക്കാൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോർട്ട് മന്ത്രിക്കും മാത്രമാണ് അവരവസരം ഒരുക്കുന്നത്. സ്ഥലം MP ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്ന കാര്യം MLA ഉൾപ്പെടെ ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു. അവരെല്ലാം വേദിയിലിരുത്താം, പക്ഷേ പ്രസംഗിക്കാൻ അവരനുവദിക്കുന്നില്ല. ഇതാണ് പ്രധാനമന്ത്രി ഓഫീസിൻ്റെ നിലപാട്. ആ നിലപാടിൽ നമ്മളിവിടുന്ന് കൊടുക്കാത്ത പേരിൽ കൂടി അവർ ഉൾപ്പെടുത്തിയാണ് ഇങ്ങോട്ട് അയച്ചു തന്നത്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയിട്ടില്ല. മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വീഴ്ച വരുത്തിയെന്നല്ല, നമ്മൾ കൊടുത്ത പേരിൽ പ്രസംഗിക്കാൻ ഇത്ര പേരെ അനുവദിക്കുന്നുള്ള കാര്യം തിരിച്ചയച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതിന് കേരള ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ല. അതേസമയത്ത് വിളിക്കേണ്ടവരെ വിളിച്ചിട്ടുണ്ട്. വേദിയിൽ വരാത്തത് അവരുടെ അസഹിഷ്ണുതയും അസ്വസ്ഥതയുമാണ് എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ് മിനിസ്റ്റർ. ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യം കൂടി, ഈ കേന്ദ്ര സർക്കാർ ഇതിപ്പോൾ സ്വന്തം പദ്ധതിയാക്കാനുള്ള ശ്രമം നടത്തും എന്നൊരു പ്രതീക്ഷയുണ്ടോ? ഈ എല്ലാം ചെയ്ത ശേഷം ഭാവിയിൽ കേരളത്തിൻ്റെ സ്വപ്നം കൈവിടും, അങ്ങനൊരു തോന്നൽ നമുക്കുണ്ടോ? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയും ആ കമ്പനിയും ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ യോജിച്ചായിരിക്കും ഭാവി പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വിപുലവും വിശാലവുമായ സാധ്യതകൾ ഒരുക്കിയെടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വലിയ ബന്ധങ്ങൾ നമുക്കുണ്ടാകാൻ പോകുമ്പോൾ ആ ബന്ധം രാജ്യാന്തര ബന്ധമാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണ്ടി വരും. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അവരിടപെടട്ടെ, ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കട്ടെ. പക്ഷേ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന ഗവൺമെൻറ് നിക്ഷിപ്തമാണ് എന്നുള്ളത് ആത്യന്തികമായി നമ്മളുണ്ടാക്കിയ കരാറും ഉടമസ്ഥാവകാശവും അത് ആർക്കും തട്ടിക്കൊണ്ടുപോകാനാവില്ല. ശരി, വളരെയധികം നന്ദി മിനിസ്റ്ററെ. കാരണം ഒട്ടും സമയമില്ലെന്നറിയാം, അവസാന വട്ട ഒരുക്കത്തിലൊക്കെയാണ് അങ്ങെന്നറിയാം. പക്ഷേ നമ്മളോടൊപ്പം ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി അങ്ങേക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ആ മനോഹരമായ നിമിഷത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്.
ഓക്കെ താങ്ക് യു.